ഇന്ന് കൃത്യം 7 മണിക്ക് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ നടക്കുന്ന കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിച്ചു. കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ 7 മണിക്ക് റിജു സാർ വന്നിട്ട് അതങ്ങോട്ട് ഔട്ട് ചെയ്യും. 7:1 7:2 ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പകർപ്പ് തന്നെ കിട്ടും നിങ്ങൾക്ക്. ഇതായിരിക്കുമല്ലോ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ എജുപോർട്ടിനെ പറ്റി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവല്ലേ. നിങ്ങൾക്ക് മനസ്സിലാക്കണം, കിങ് ഓഫ് കെമിസ്ട്രി, അതെ, അദ്ദേഹത്തിൻ്റെ പേരാണ് റിജു സാർ എന്ന് പറയുന്നത്. അതായത് ഇന്ന് കേരളത്തിൽ ഇത്ര അടിപൊളിയായിട്ട് കെമിസ്ട്രി പക്ക എടുത്തു തരുന്ന ഒരു അധ്യാപകനില്ല. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയെന്ന് പലരും പറയുന്നത് അറിയോ? അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലരും പറഞ്ഞു നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയത്. യെസ്, ഓഫ് കോഴ്സ്, ഞങ്ങൾ അതിൽ തെറ്റിദ്ധരിച്ചില്ല. എന്നാൽ ഈ വർഷം നിങ്ങളെങ്ങനെ ഓരോ സബ്ജക്റ്റുകളും ഇത്ര കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കുന്നു എന്നായിരുന്നു ഞങ്ങൾക്ക് വന്ന പല മെസ്സേജുകളും. ഞങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഞങ്ങളോട് ചോദിച്ചേ. എന്നാൽ ഞങ്ങൾ പറയട്ടെ, ഇന്നലെയാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയതെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന സമയം എത്രയാണോ, എത്ര 1 മിനിറ്റാണോ ഞങ്ങൾക്ക് കിട്ടുന്നത്, ആ 1 മിനിറ്റ് കൊണ്ട് ആ ഒരു പേജിലുള്ളത് ആ ഒരു വരിയാണോ വായിക്കാൻ പറ്റിയത്, ആ വരിയിൽ നിന്നും ഗവൺമെന്റ്, സർക്കാർ, വിദ്യാഭ്യാസ മന്ത്രാലയം എന്താണോ ക്വസ്റ്റ്യൻ ഇടാൻ തീരുമാനിക്കുന്നത് ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ അത്രക്കും പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് റിജു സാർ. എന്തുകൊണ്ടാണ് റിജു സാറെ കേരളം വാഴ്ത്തിപ്പാടിയത് ദ കിങ് ഓഫ് കെമിസ്ട്രി, ദ ലെജൻഡറി ഓഫ് കെമിസ്ട്രി എന്ന് വെറുതെ പറഞ്ഞതല്ല. ഒരു സമയത്ത്, കൊറോണ സമയത്ത്, ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റാത്ത സമയത്ത്, ആർക്കും സ്കൂളിലേക്ക് പോയി ഒരു പുസ്തകം പോലും പഠിക്കാൻ പറ്റാത്ത സമയത്ത്, ട്യൂഷൻ സെൻ്ററുകളിലേക്ക് പോകാൻ പറ്റാത്ത സമയത്ത് അങ്ങ് ചുരം ഇറങ്ങിക്കൊണ്ട് ബാലുശ്ശേരി നരിക്കുരി പ്രദേശത്ത് നിന്ന് കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്ന പ്രതീക്ഷയുമായിട്ട് ഒരു കെമിസ്ട്രിക്കാരൻ വന്നിറങ്ങി. ആ കെമിസ്ട്രിക്കാരൻ പല വൃത്തിയായിട്ട്, പല കോഡിലൂടെ, പല പാട്ടിലൂടെ, പല വൃത്തിയായിട്ട് എങ്ങനെ കുട്ടികൾക്ക് കെമിസ്ട്രി വളരെ ടഫായിക്കൊണ്ടിരിക്കുന്ന ആ SSLCയിൽ അദ്ദേഹത്തിന് പേര് വീണു. ആ ഒരൊറ്റ കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പേര് വീണു. നിങ്ങളൊരു 5 വർഷത്തേക്കും 6 വർഷത്തേക്കും മുമ്പത്തേക്കൊന്ന് യാത്ര സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബക്കാരോടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ദ കിങ് ഓഫ് കെമിസ്ട്രി എന്ന് എങ്ങനെ അദ്ദേഹത്തിന് പേര് വീണു. ഇന്ന് കൃത്യം 7 മണിക്ക് ആ കിങ് ഓഫ് കെമിസ്ട്രി നമ്മുടെ ലൈവിൽ വരാണ്. ദ വൺ ആൻഡ് ഓൺലി റിജു സാർ, ദ കിങ് ഓഫ് കെമിസ്ട്രി, ദ ലെജൻഡറി ഓഫ് കെമിസ്ട്രി. നിങ്ങൾക്ക് വന്നിട്ട് കൃത്യമായിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്യുന്ന രൂപത്തിൽ, അപ്പോൾ വെറുതെ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ പറയുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏത് ഇൻഡയറക്റ്റ് ആണെങ്കിലും, ഏത് PhD കഴിഞ്ഞ ആളാണെങ്കിലും ഇവിടെ ക്വസ്റ്റ്യൻ ഇട്ടോ, ആ ക്വസ്റ്റ്യൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പുഷ്പം പോലെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക്. എനിക്ക് തോന്നുന്നു ഓർഗാനിക് ടൈപ്പൊക്കെയാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ രസകരമായിട്ട് സാറിനെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് ആ ഭാഗം തന്നെയാണെന്നാണ് പല കുട്ടികളും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കിതൊരു ഉത്തരമായിട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആരുടെയും അരമനയിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടല്ല, ഏതെങ്കിലും ഓഫീസ് റൂമിൽ ഓട് പൊളിച്ച് കയറിയിട്ട് അവിടെ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിക്കൊണ്ട് പറയുന്നതല്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മര്യാദക്ക് പഠിച്ചിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെക്കാൾ മേലെയുള്ള കെമിസ്ട്രിക്കാരോട് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വരുമ്പോൾ നമ്മളെ പറയുന്ന, കുറ്റം പറയുന്നവർ പറഞ്ഞോട്ടെ, കല്ലെറിയുന്നവർ പറഞ്ഞോട്ടെ, കല്ലെറിയുന്നവർ എറിഞ്ഞോട്ടെ എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് മക്കളെ മറക്കണ്ട. 7 മണിക്ക് നമ്മുടെ ഇതേ സ്റ്റുഡിയോയിൽ ഇതേ ലൈവിൽ എത്തുന്നുണ്ട് റിജു സാർ. 7:1 7:2 മുതൽ നമ്മൾ അങ്ങോട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മണിയായിട്ട് നാളെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യങ്ങളും നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് തരും മക്കളെ. അപ്പം മറക്കണ്ട, ദ കിങ് ഓഫ്, ദ ലെജൻഡറി ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പേര്, ആ നാമം, ആ പേര് സൊല്ലട്ടുമാ, ആ കഥ സൊല്ലട്ടുമാ. ആ കഥ ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മൾ സൊല്ലും. നാളെ കൃത്യം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് 2 സംശയം ഉണ്ടായിരിക്കാം. ഒന്ന് സംശയമല്ല, ഒന്ന് ഉറപ്പിച്ച തീരുമാനമാണ് ദ കിങ് ഓഫ് കെമിസ്ട്രി റിജു സാർ തന്നെയെന്ന്. രണ്ടാമത്തെ സംശയം എന്തെന്ന് വെച്ചാൽ, മറ്റുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാക്കിയ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടിയോ എന്നുള്ള തോന്നലുണ്ടാവും. യെസ്, ഇന്ന് കൃത്യം 7 മണിക്ക്.